എല്ലാവർക്കും ഡിലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അമരക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അമരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് മെഴുക്കുപുരട്ടി ആക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് 2 ഉണക്കമുളകാണ് ചേർക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴാണ് ഇതിലേക്ക് സവാള ചേർക്കുന്നത്. ഒരു സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമരക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ഗ്രാം അമരക്കയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അല്പം വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് സെൻറ്ററിലേക്കൊന്ന് കൂട്ടി വെച്ച ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കാത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിനു മുമ്പ് അമരക്ക തോരൻ്റെയും അമരക്കയും ക്യാരറ്റും കൂടി ചേർത്ത് തയ്യാറാക്കിയ ഒരു തോരൻ്റെയും റെസിപ്പികളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ ഒരു 3-4 തവണ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അവസാനം ഇത് തുറന്ന ശേഷം ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലെ ഈർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അവസാനം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള അമരക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്